ഹായ് ഗേയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മൾ സ്പെഷ്യൽ സോപ്പാണ് ഉണ്ടാക്കാൻ പോണത്. എന്താണ്? ചക്കപ്പഴം സോപ്പ്, ജാക്ക് ഫ്രൂട്ട് സോപ്പ്. ചക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്ന് നമ്മുടെ നാട്ടിൻപുറത്ത് സുലഭമായിട്ട് കിട്ടാനുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണ് ചക്ക. പക്ഷെ നമ്മളുടെ ഈ ചൂട് കാലത്താണ് ചക്ക ഉണ്ടാവുക. കാരണം കൊണ്ട് നമ്മൾ ആരും അതിനത്രയ്ക്ക് അങ്ങോട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ചെറുക്കാനും ശരീരത്തിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽ തന്മാത്രകളെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാനൊക്കെ ചക്കയ്ക്ക് കഴിയും കേട്ടോ. അതുകൂടാതെ നമ്മുടെ ചർമ്മത്തിൽ നമ്മുടെ കുറേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഓൾറെഡി ഇങ്ങനെ കറക്കണ കാണാമല്ലോ. ഞാനൊക്കെ നല്ല നിറയുണ്ടായിരുന്നു. ഒരു 20, 21, 22 വയസ്സ് വരെയൊക്കെ നല്ല നിറയായിരുന്നു. ഗോൾഡൻ കളർ എന്നൊക്കെ പറയാം. പിന്നീട് ചർമ്മത്തിന് വ്യതിയാനങ്ങൾ വന്നു തുടങ്ങി. നമ്മളുടെ സൂര്യപ്രകാശം ഇട്ടിട്ടും നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കൂടുതലും യാത്ര ചെയ്യുമ്പോൾ വെയിലൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആ വ്യതിയാനങ്ങളെ കൊണ്ടും പിന്നെ കൊളാജൻ ഉൽപ്പാദനം കുറഞ്ഞാലും നമ്മുടെ സ്കിന്ന് ഡള്ളായി പോവും, അല്ലെങ്കിൽ ഷെയ്ഡ് മങ്ങി വരും. അപ്പോൾ ഈ ചക്കയ്ക്ക് കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. ചർമ്മത്തിൽ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഉറപ്പും ബലവും ഘടനയൊക്കെ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ആധാരമാക്കിയുള്ള ഒരു സംഭവമാണല്ലോ കൊളാജൻ. അപ്പോൾ ഈ കൊളാജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചക്കയ്ക്കുണ്ട്. കൂടാതെ വിറ്റമിൻ സി, ഒട്ടേറെ വിറ്റമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ചക്ക. ആൻറ്റി ഓക്സിഡൻ്റാൽ സമ്പുഷ്ടമാണ്. പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഓക്സിഡേറ്റീവിനെ അതിൻ്റെ സമ്മർദ്ദത്തെ ചെറുക്കാൻ ചക്കയ്ക്ക് കഴിയും കേട്ടോ. അപ്പം എന്നാൽ ചക്ക കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. കാരണം ചക്ക ഇത്രയും ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ സോപ്പ് എന്ന് പറഞ്ഞാൽ പാഷനാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം എന്നാൽ ചക്ക കൊണ്ട് ഇരിക്കട്ടെ ഒരു സോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി ഞരടി പിഴിഞ്ഞിട്ട് അതിന് കളറും കൂടി ആഡ് ചെയ്തിട്ടാണ് നന്നായി ചക്കനെ ഞരടി പിഴിഞ്ഞിട്ട് പൾപ്പാക്കി എടുത്തേക്കണ്. പൾപ്പല്ല ജ്യൂസും അല്ലാത്ത രീതിയിലാണ് എടുത്തേക്കണത്. കണ്ടില്ലേ? ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തേക്കണത്. ചക്കയുടെ ആ നാരിനൊക്കെ ഞാൻ മാറ്റി കേട്ടോ. കാരണം അത് സോപ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നാരിനൊക്കെ ഞാൻ ഞരടി പിഴിഞ്ഞെടുത്തിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ ഒരു 10 സോപ്പ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. ആദ്യത്തെ ഒരു പരീക്ഷണമാണല്ലേ. അപ്പോൾ ഒരു 10 സോപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നീട് നമുക്ക് ഉണ്ടാക്കാം കൂടുതൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 10 സോപ്പിലേക്കുള്ളത് എടുത്തിട്ടുള്ളൂ. ലൈറ്റ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റെങ്കിലും നന്നായി ബീറ്റ് ചെയ്യും തോറും കോൾഡ് പ്രോസസ്സിങ് സോപ്പ് എപ്പോഴും നന്നാവുക ബീറ്റ് ചെയ്യുമ്പോഴാട്ടോ, അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്. ബ്ലെൻഡിങ് കൂടും തോറും കോൾഡ് പ്രോസസ്സിങ് സോപ്പ് നന്നാവും. മിനിമം ഒരു 20 മിനിറ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലതായി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ കളറും ചക്കയുടെ പൾപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്തു. എന്നിട്ടാട്ടോ ഫ്രാഗ്രൻസ് ഒഴിച്ചിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്യണത്. അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാ ഭാഗം എത്താൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഇനി ഫ്രാഗ്രൻസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും ഒരു പുഡിങ് പരുവത്തിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ശരിക്കും കണ്ട പുഡിങ് ആണെന്ന് തോന്നും. ഇത് കഴിക്കാൻ തോന്നും കണ്ടാൽ. കാരണം ചക്ക പായസം എന്ന് പറയാം, അല്ലെങ്കിൽ ചക്ക പുഡിങ് എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ചക്ക കേക്ക് ഉണ്ടാക്കാനോ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തേക്കണത്. കണ്ടില്ലേ? ശരിക്കും ആ ചക്ക പായസം എന്ന് പറയാം. എന്നിട്ട് ഞാൻ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ കേട്ടോ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത്തരം പുതിയ അറിവുകളും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ചക്ക സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ
10 പീസാണ് ഞാൻ ഉണ്ടാക്കിയത്. ചക്കയുടെ എന്താ പറയുക കൂനൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ ഉടച്ചെടുത്തൽ അരിച്ചില്ല, കാരണം അരിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അരിക്കാണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് കാരണം കൊണ്ടുള്ള ശരിക്കും ആ ചക്കയുടെ കറക്റ്റ് കളറും വീഡിയോയിൽ കാണാത്ത കാരണം കൊണ്ടാണ്. കാരണം സന്ധ്യ ഏകദേശം ഒരു 5 മണിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആ ചക്കയുടെ കളർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ.